ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ SS ഫാമിലി വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെല്ലാം പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. എന്നാൽ വീഡിയോയിലേക്ക് കടക്കാം. ഈ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഡെസേർട്ട് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് നല്ലപോലെ ചൂടായി വന്നാൽ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറുത്ത് കോരാവുന്നതാണ്. ഫ്ലെയിം കൂട്ടി വെക്കരുത്, അപ്പം പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിൻ്റെ പേരിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടി. ഇതിപ്പോൾ ഈ ഒരു കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നെയ്യിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇനി ഇതിനായിട്ട് വേണ്ടത് 3 പീസ് ബ്രെഡാണ്. ഈ ബ്രെഡ് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊടിച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇനി അതേ ജാറിലേക്ക് തന്നെ ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയതും 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ബ്രെഡ് പൊടിച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഇപ്പം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് കുറച്ച് നെയ്യൊന്ന് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച ആ അണ്ടിപ്പരിപ്പില്ലേ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പം മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച ആ മിക്സില്ലേ ബ്രെഡിൻ്റെയും തേങ്ങയുടെയും അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇതുപോലെ നന്നായി പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അവിടെ മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടായതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഈ സമയത്ത് ഒരു കട്ടയോട് കൂടിയെല്ലാം വരും, അതൊന്നും പ്രശ്നമില്ല, അത് കുറച്ച് കഴിയുമ്പോൾ റെഡി ആയിക്കോളൂ. ഇനി ഇത് നമുക്കൊരു ഗോൾഡൻ കളറായി കിട്ടുന്നവരെ ഇതുപോലെ തുടർച്ചയായി ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം കൂട്ടി കൊടുക്കരുത്, അപ്പം പെട്ടെന്ന് കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കണേ. ഇതിപ്പോൾ ഒരു നല്ലൊരു ഗോൾഡൻ കളറും ഒരു നല്ലൊരു സ്മെല്ലെല്ലാം വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഈ പാൽ ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണേ. ഇത് കുറച്ച് സമയം ഇതുപോലെ തുടർച്ചയായി ഇളക്കി കൊടുക്കുമ്പോൾ ഇത് നല്ല സ്മൂത്തായി കിട്ടുന്നതായിരിക്കും. ഈ സമയത്ത് ഇതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാരയും ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും തുടർച്ചയായി ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. കൈവിടാതെ തുടർച്ചയായി ഇളക്കി കൊടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിപ്പോൾ നല്ലപോലെ തിക്കായി വരുന്നുണ്ട്. ഇനി കുറച്ച് സമയം കൂടെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് തുടർച്ചയായിട്ട് തന്നെ ഇത് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ആ പുഡിംഗ് ട്രേയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ മൊത്തം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിപ്പം നല്ലപോലെ ഒന്ന് ചൂടാറി വരട്ടെ. ഇനി ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ നല്ലപോലെ തണുപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 2 മണിക്കൂർ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്കൊന്ന് കമഴ്ത്തിയെടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റിയും നല്ല സിമ്പിളുമായിട്ടുള്ളൊരു ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ഫീഡ്ബാക്കും കൂടെ അറിയിക്കണേ.
കൂടെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.